ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? അപ്പോൾ നമ്മൾ ഒരു മിനി വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു മോർണിംഗ് റൂട്ടീൻസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ രാവിലെ ഒരു 8-8:30 ആയപ്പോഴാണ് കേട്ടോ ബാൽക്കണിയൊക്കെ ഒന്ന് തുറന്നത്. തണവ് കുറച്ച് കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സമയത്ത് തുറന്നത്. പക്ഷെ ആ ഒരു ടൈമിലും ഭയങ്കര തണവായിരുന്നു കേട്ടോ. ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി. അപ്പം അമ്മ ഇപ്രാവശ്യം വിസിറ്റിന് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പഠിച്ചത്. ശരത്തേട്ടനും എനിക്കും ഋതുവിനും അത് നല്ല ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ ഇത് കുറേ കാലമായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നേരത്തെ എണീറ്റതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് ആ ഒരു ടൈമിലൊക്കെ ഋതു ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തെമൂന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ സ്റ്റിൽ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ്റനൻസിൽ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് അവർ വരണം. പിന്നെ നമുക്കൊരു കോർണർ സ്റ്റാൻഡ് വാങ്ങാനുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കമ്മിങ് വീക്കെൻഡിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നടക്കുമെന്നറിയില്ല. ഋതു നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു തണവ്. റൂമിലേക്ക് ഇത്രയ്ക്ക് അധികം തണവില്ല. ഹോളിലാണ് നമ്മൾ ബാൽക്കണി ഹോളിനോട് അറ്റാച്ച്ഡ് ആയ കാരണമാണ് ഹോളിലേക്ക് ഇത്രയധികം തണവ് കേട്ടോ. അപ്പോൾ പിന്നെ ഋതു എണീറ്റു. അതിൻ്റെ ഇടയിൽ ശരത്തേട്ടൻ ഓഫീസിൽ പോയി. സാധാരണ ഞങ്ങൾ 3 പേരും കൂടി ഒരുമിച്ചിട്ടാണ് ഇറങ്ങാറ്. ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഇറങ്ങാറ്. പക്ഷേ ആ ഒരു ടൈമിൽ നല്ല തണവായ കാരണം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഒന്ന് തണവ് കുറയട്ടെ എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഋതുവിന് ഫുഡൊക്കെ കൊടുത്ത് അവന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. സ്ലീവ്ലെസ് ആണല്ലോ അവൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ കവർ ചെയ്തുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴൊക്കെ ഫോൺ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ എപ്പോഴും എടുത്തു വയ്ക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നമ്മൾ പോയതേ സെൻട്രൽ പാർക്കിലേക്കാണ്. ഈസ്റ്റ് സൈഡിലുള്ള പാർക്കല്ല കേട്ടോ. നമ്മൾ സാധാരണ അങ്ങോട്ടാണല്ലോ മോർണിംഗിൽ പോവാറ്. ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ ദിവസം അങ്ങോട്ട് തന്നെയല്ലേ പോയത്. ഇന്ന് നമ്മൾ സെൻട്രൽ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ദേ നോക്ക്, ബോഗൻവില്ലൊക്കെ ഫുള്ള് പൂത്ത് നിൽക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ ഫുള്ള് പൂക്കളാവുമല്ലോ എല്ലാ സൈഡിലും. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഋതുവിനായിട്ട് പാർക്കിലൊക്കെ പോയി. അവന് ആദ്യം ഇതിൽ കയറാനൊന്നും പേടിയില്ല. ഇതിൽ കൂടെ ഈ സ്ലൈഡ് ചെയ്യാൻ കുറച്ചൊരു പേടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് എന്നാലും മെല്ലെ 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 ആളിങ്ങോട്ട് ഇറങ്ങിയത് കേട്ടോ. ആൾ ഓൾറെഡി ഇറങ്ങാറുണ്ട്, അതിൽ കൂടെ സ്ലൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ എന്തോ ഒരു പേടി വന്നു തോന്നുന്നു. കുറച്ച് നേരമൊക്കെ ഇരുന്ന് കുറേ ആലോചിച്ചിട്ടാണ് ഇറങ്ങിയപ്പോൾ എന്തോ ചെറുതായി പേടിച്ച കാരണം തോന്നുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറിയില്ല. അപ്പം ഞാൻ പിന്നെ വേറെ റൈഡിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. ഈ ഒരു ടൈമിൽ വേറെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഋതുവിന് അവിടെ വേറൊരു ഫ്രണ്ടിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന് വേദനയൊന്നും ആയില്ല കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്തപ്പോൾ. പിന്നെ ഞങ്ങൾ നേരെ വേറൊരു റൈഡിൽ കയറി. ഇങ്ങനെ കറങ്ങി പോണ സംഭവമുണ്ട്. അതിലെന്നും അവൻ വന്നു കഴിഞ്ഞാൽ കയറാൻ നോക്കുമ്പോൾ അതിലൊക്കെ ഫുള്ള് കുട്ടികളായിരിക്കും. അവനെ ഒട്ടും കയറാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ടാണ് അവൻ അതിൽ കയറി. അപ്പോൾ ഇപ്പം ഞാനും അവൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് പിന്നെ ഇങ്ങനെ കറങ്ങിയപ്പോൾ ആൾക്കെന്തോ നല്ല രസം തോന്നുന്നു. കുറച്ച് നേരമൊക്കെ അതിൽ തന്നെ നിന്നായിരുന്നു. അപ്പോൾ ഞാനും അവൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് നേരം ഞാൻ പറഞ്ഞു ഋതു നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ അവനെ വിളിച്ചപ്പോഴും ആൾ തീരെ ക്യാമറ ഫേസ് ചെയ്യണില്ല, ഫോൺ തീരെ ഫേസ് ചെയ്യണില്ല കേട്ടോ. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് നേരെ ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടി. ഇവിടുത്തെ സെൻട്രൽ പാർക്കിൽ ഊഞ്ഞാലില കവറിങ് ഇല്ല കേട്ടോ. നമ്മുടെ ഈസ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഊഞ്ഞാലിന് വേണ്ടിയിട്ട് അവർ വീഴാതിരിക്കാൻ ഒരു സേഫ്റ്റി കവറിങ് ഉണ്ടല്ലോ. ആ ഒരു സംഭവം ഇവിടെ ഇല്ല. അത് കാരണം ഇവനെ ഒറ്റയ്ക്ക് നമുക്ക് ഊഞ്ഞാലിൽ ഇരുത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ട് അവനായിട്ട് ഇരുന്ന് കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലിലൊക്കെ ആടി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം എന്നാൽ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഇവനെ ഒന്ന് നടത്താമെന്നൊക്കെ വിചാരിച്ചു. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഋതുവിന് ഉറക്കം വരുന്നുണ്ട്. പിന്നെ അവൻ്റെ മെയിനായിട്ടുള്ള പരിപാടി കിളികളുടെ പിന്നാലെ ഓടലാണല്ലോ. അപ്പോൾ അതും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പ്രാവും പിന്നെ ഒരു ഹമ്മിങ് ബേർഡ് പോലത്തെ, ഹമ്മിങ് ബേർഡ് അല്ല ആക്ച്വലി, അതേപോലെ ഒരു ചെറിയൊരു കിളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോലാണ് അവൻ്റെ മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. ഇപ്പോൾ നമ്മൾ വാസലിൽ വന്നിട്ട് കറക്റ്റ് 1 ഇയർ കംപ്ലീറ്റ് ആയിരിക്കണം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റൂംസൊക്കെ നോക്കാൻ വരുമ്പോൾ ഈ 34 ബിൽഡിംഗ് ഇല്ലേ, ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ ഫസ്റ്റ് മോക്ക് അപ്പാർട്ട്മെൻറ്റ്സ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആക്ച്വലി ഒരു റൂം ഫുള്ളി ഫർണിഷ്ഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളത് അവർ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു മോക്ക് അപ്പാർട്ട്മെൻറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നും അവർ അതുപോലെ നമ്മൾ വെൽ ഫർണിഷ്ഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ മതി എന്നുള്ളത് കൺഫേം ആയിട്ടോ. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേന് ഋതുവിന് അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നു. കുറച്ച് നേരമൊക്കെ അവളായിട്ട് വന്ന് കളിച്ചു. പിന്നെ അവൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവൾ തിരിച്ചു പോയപ്പോഴാണ് ഋതു പിന്നാലെ പോകാൻ തുടങ്ങിയത് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവളുടെ ബാഗൊക്കെ എടുത്ത് ഋതുവിനെ കാണിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ആ കുട്ടി അതിൻ്റെ പാരൻസിൻ്റെ ഒപ്പം അവരങ്ങനെ റൂമിലേക്ക് പോയി. ഞങ്ങൾ നേരെ ഫുട്ബോൾ കോർട്ടിൻ്റെ സൈഡിലേക്കും കൂടി പോയി. അവിടെയും കുറച്ച് കൂടുതൽ കിളികളും പ്രാവൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് കുറച്ച് നേരം പോയി. ഇതിൻ്റെ ഇടയിലൊക്കെ പൂച്ചകൾ ഇരിക്കാറുണ്ട് കേട്ടോ. ഈ പുല്ലിൻ്റെ ഈ സൈഡിൽ, അതായത് ഇപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു പൂച്ച ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പു പൂച്ച എന്നാണ് പറയാറ്.
അപ്പോൾ അതിനെ നോക്കിയിട്ടാണ് തോന്നുന്നുണ്ട് അതിന് ആ ഒരു പുല്ലിൻ്റെ സൈഡിൽ നിന്ന് അവൻ ഇങ്ങോട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണവായ കാരണം എല്ലാവർക്കും കോൾഡുണ്ട്. ഋതുവിനും ചെറുതായിട്ട് കോൾഡ് ഉണ്ട്, എനിക്ക് ചുമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മൾ മെയിനായിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ വോയിസ് ഓവർ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ചുമ കാരണം. അതായിരുന്നു നമ്മൾ 2 ദിവസത്തെ ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഋതുവിനടുത്ത് നേരെ നമ്മളിതേ റൂമിലേക്ക് പോവുകയാണ്. ഋതുവിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ റൂമിലെത്തിയിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തു അവനെ ഉറക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ.